ബിഗ് ബോസ് മലയാളം സീസൺ 7 9-ാം ദിവസത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. രാവിലെ തന്നെ പാട്ടോടെ ഡാൻസോടുകൂടി ഇന്നത്തെ ദിനചര്യകൾ ആരംഭിക്കുകയാണ്. ഈ സമയത്ത് അനുമോളും ആദിലയും കൂടി വാഷ്റൂം ഏറിയിൽ നിന്നുകൊണ്ട് ചെറിയ മേക്കപ്പ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, നമ്മുടെ നിവിനുണ്ടല്ലോ, ഇന്നലെ പാതിരാത്രി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ ഞങ്ങളുടെ ബെഡിനരികിൽ വന്നിടി, എന്നിട്ട് എൻ്റെ കൂടെ അവൻ കയറി കിടന്നു. ഞങ്ങൾ അവനെ ഓടിച്ചു വിട്ടു. ആ സമയത്ത് അവൻ കിച്ചണിലേക്ക് പോയിട്ട് തക്കാളി എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരുന്നോട്ട് തിന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ചേച്ചിമാരുടെ സ്നേഹം വേണമെന്ന്. ഇത് കേട്ടിട്ട് ഒരു ഞെട്ടലോടെ ആദില പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ, അവനൊരു തക്കാളിക്കള്ളനാണല്ലോ. അപ്പോൾ അനു, തക്കാളിക്കള്ളം മാത്രമല്ല, അവൻ മൊത്തത്തിലൊരു കള്ളനാണ്. അടുത്ത കാഴ്ച 9:30 അടുക്കളയിലെ രംഗങ്ങളാണ് കാണിക്കുന്നത്. പെട്ടെന്ന് വേണം, ടാസ്ക് തുടങ്ങാൻ പോകുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ജിസയില് മൈക്രോവേവ് ഓവൻ തുറന്നിട്ടിട്ട് അതിനകത്തുനിന്ന് എന്തോ സാധനം എടുത്തുകൊണ്ടങ്ങ് പോവുകയാണ്. പെട്ടെന്ന് അനീഷ് അതിന്റെ അറ്റത്ത് കയറി പിടിച്ചു. ദാ തുറന്നിട്ടിട്ട് പോയിരിക്കുന്നു. ഇനിയിപ്പോ അതിന്റെ പുറകിന് ഒരാൾ ചെല്ലണം. ജിസേൽ ഒന്നും മിണ്ടുന്നില്ല. അൻവർ തുടർന്ന് പറയുന്നുണ്ട്, എന്റെ പൊന്ന് അനീഷ് ബ്രോ, ഒരാൾ കുക്ക് ചെയ്യുന്നില്ലേ? അപ്പോൾ നമ്മൾ കൂടെ നിൽക്കുക, അത്രമാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഒനിൽ അവിടേക്ക് വരുന്നുണ്ട്. ഒനിലിനോട് അനീഷ് തട്ടിക്കേറുകയാണ്. ഞങ്ങളുടെ ടീമിനുള്ളിലെ പ്രശ്നങ്ങൾ അത് ഞങ്ങൾക്ക് നോക്കാൻ അറിയാം. നിങ്ങൾ ഈ കണ്ണും ചെകിടും എല്ലാം കൂർപ്പിച്ചു വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, ഇവിടുത്തെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം. ഞങ്ങൾ ഇവിടെ പലതും പറയും. ഇത് കേട്ടുകൊണ്ട് സരിക വരികയാണ്. സരിക ചോദിക്കുകയാണ്, അങ്ങനെ പലതും പറയാൻ പറ്റുമോ? ആ പലതും പറയും. അല്ല, നിങ്ങൾ ഭയങ്കര വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ ആയിരുന്നല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ ചങ്കുകളാണ്, ഞങ്ങൾ ഭയങ്കര കൂട്ടായ്മയാണ് എന്നൊക്കെ. ഇത് പറയുന്നതിന്റെ കാരണം ലൈവ് കണ്ടവർക്കറിയാം. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അടുക്കളയുടെ വാതുക്കൽ ഭയങ്കര അടിയാണ്. അടി എന്ന് പറഞ്ഞാൽ പൂരമടി, തെറിവിളി, അങ്ങനെ പല കലാപരിപാടികളും അവിടെ നടന്നിട്ടുണ്ട്. അതിനോടുള്ള ബന്ധത്തിലെ സരികയുടെ സംസാരമാണ് ഇപ്പോഴീ കാണിക്കുന്നത്. അപ്പോൾ സരികയോട് വീണ്ടും അനീഷ് പറയുകയാണ്, അത് ഞങ്ങളുടെ ടീമിനുള്ളിലെ ആഭ്യന്തര പ്രശ്നമാണ്. അതിനകത്ത് കയറി നിങ്ങൾ തലയിട്ടിട്ട് സ്കോർ ചെയ്യാമെന്ന് വിചാരിക്കുകയേ വേണ്ട. കിച്ചൺ ടീമിനുള്ളിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. ഞങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കും, സന്തോഷം പ്രകടിപ്പിക്കും. അതിനകത്തൊന്നും നിങ്ങൾ ആരും കയറി തലയിടണ്ട എന്ന് വീണ്ടും അനീഷ് പറയുമ്പോഴേക്കും പെട്ടെന്ന് അപ്പാനി വരികയാണ്. അപ്പാനി വന്നിട്ട് പറയുക, പ്രതികരിച്ചു പോകും, തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികരിക്കും. അപ്പോൾ വീണ്ടും സരിക, നിങ്ങൾ ഭയങ്കര ഒത്തൊരുമയും കൂട്ടായ്മയും സ്നേഹവും ഒക്കെ ആയിരുന്നു, എന്നിട്ട് ഇപ്പൊ എന്തു പറ്റി? അത് ഞങ്ങളുടെ ടീമിനകത്തെ ആഭ്യന്തര പ്രശ്നമാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അതിനകത്ത് കയറി താണ്ഡവ നൃത്തമാടാൻ വരണ്ട, നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്. അപ്പോൾ പിന്നെയും സരിക പറയുകയാണ്, നിസ്സാര ഒരു പ്രശ്നമേ ഉള്ളൂ, ആ ഓവന്റെ അടപ്പൊന്ന് തുറന്നിടുന്നു, അതങ്ങോട്ട് തെള്ളി അടച്ചു വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, അതാണോ ഇത്രയും പ്രശ്നമാക്കിയത്? അപ്പോഴേക്ക് ഷാനവാസ് വരുന്നുണ്ട്. ഷാനവാസ് വന്നിട്ട് അവിടെ ക്യാപ്റ്റനാണല്ലോ, അയാൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അനീഷ് പറയുകയാണ്, എന്താ ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്കറിയാവോ? എവിടുന്നാണ് ഈ പ്രശ്നം തുടങ്ങിയത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. പിന്നീട് അനീഷ് അങ്ങോട്ട് കത്തിക്കേറുകയാണ്. അപ്പോൾ അനീഷിന്റെ കയ്യിൽ നിന്നും സംഗതി പിടികിട്ടുകയല്ല എന്ന് മനസ്സിലായപ്പോഴേക്കും സരികയോട് ചോദിക്കുന്നുണ്ട് ഷാനവാസ്. അപ്പൊ സരിക പറയുകയാണ്, ഇവിടെ രാവിലെ ഭയങ്കര തിരക്കാണ്, അതിനിടയ്ക്ക് എന്തോ ഓവനിൽ നിന്നും എടുത്തുകൊണ്ട് ജിസേലി പോയി, അതിന്റെ അടപ്പൊന്നും അടച്ചില്ല. ഇയാൾ അവിടെ നിൽക്കുക, ഇയാൾക്ക് അതങ്ങോട്ട് അടയ്ക്കാമല്ലോ, വലിയ സംഭവമൊന്നും അല്ലല്ലോ. അത്രയും സംഭവിച്ചതേ ഉള്ളൂ, ഇയാൾ അങ്ങ് തുടങ്ങി പ്രശ്നങ്ങൾ. അപ്പൊ ഞാനൊന്ന് പറഞ്ഞു പോയി, ഇത് നിങ്ങൾക്കൊന്ന് അടച്ചുകൂടെ എന്ന്. അത് ചോദിക്കാൻ നീ ആരാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്റെ നേരെ തട്ടിക്കയറാൻ വന്നിരിക്കുന്നു. നീ ആരാ ഇതിനകത്ത് ഇടപെടാനെന്ന്. ഇത്രയും കേട്ടപ്പോഴേക്ക് ഷാനവാസ് പൊട്ടിത്തെറിച്ചുകൊണ്ട്, ഇതൊന്ന് അടയ്ക്കാൻ പറഞ്ഞതിന് നിനക്ക് എന്താണ് ഇത്ര പ്രശ്നം? അപ്പോൾ അനീഷ്, ഇത് ചെയ്തതാരാണെന്ന് ക്യാപ്റ്റൻ അറിയാവോ? ആരായാൽ എന്താടാ? തുടർന്ന് അവിടെ വലിയ ബഹളം നടക്കുകയാണ്. അനീഷ് പൊട്ടിത്തെറിക്കുന്നു. അനീഷിന്റെ പതിവ് ശൈലിയുണ്ടല്ലോ, ഒരു കാര്യം തന്നെ പല ആവർത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ ഒരു ട്രാക്ക് പിടിച്ച് അനീഷ് വീണ്ടും ബഹളം ആരംഭിച്ചു. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എടാ നീ ക്യാപ്റ്റൻ അല്ലേടാ, നീ അല്ലേ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ, നീ അല്ലേ ഇതിനകത്തെ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യേണ്ടത്. ആ നീ തന്നെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നടന്നാൽ എന്തു പറയാനാടാ? അതിനകത്തേക്ക് അപ്പാനി വരുന്നുണ്ട്. അപ്പാനിക്ക് ഈ അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരച്ചു കലക്കി കുടിക്കാനുള്ള ആ ഒരു കലിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം വെച്ചുകൊണ്ട് അപ്പാനി നീ ആരടാ എന്ന് ചോദിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ അനീഷ് പറയുകയാണ്, പറയേണ്ട കാര്യം ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും ചങ്കൂറ്റത്തോടെ ഞാൻ പറയും. ഇവിടെ അടുക്കളയ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മാത്രം പ്രശ്നമാണ്, അതിനകത്ത് ഞങ്ങൾ പരിഹാരം കണ്ടെത്തിക്കോളാം. നിങ്ങൾ ആരും വന്ന് താണ്ഡവ നടനമാടണ്ട. താണ്ഡവ നടനം എന്നുള്ള ഈ വാക്ക് 2-3 പ്രാവശ്യം അനീഷ് ഉപയോഗിക്കുന്നത് കേട്ടപ്പോഴേക്കും പെട്ടെന്ന് സരികയും നെവിനും കൂടി അടുക്കളയുടെ വാതുക്കൽ കിടന്നുകൊണ്ട് താണ്ഡവ നടനം ആടി കാണിക്കാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് അപ്പാനി വന്ന് ചോദിക്കുന്നുണ്ട്, നീ ആരാടാ? അരിക്കൊമ്പനോ? അരിക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ ഒറ്റയാനാണല്ലോ. ഇയാളും ഇതിനകത്ത് ഒറ്റയാനെ പോലെ നടക്കുകയാണ്. അതുകൊണ്ട് നീ ആരാടാ? അരിക്കൊമ്പനാണോ? അതേടാ, ഞാൻ അരിക്കൊമ്പൻ തന്നെയാടാ. നീ അരിക്കൊമ്പനല്ലടാ, നീ വെറും നൂല്. ഇത് പറഞ്ഞുകൊണ്ട് അപ്പാനി അവിടുന്ന് പെതുക്കെ തിരികെ നടക്കുകയാണ്. ഈ ബഹളം ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പിയിട്ടില്ല, അതിന്റെ പ്രിപ്പറേഷൻ പാതി വഴിയിൽ പോലും എത്തിയിട്ടില്ല. ഡോക്ടർ ബിന്നി വന്നിട്ട് ക്യാപ്റ്റനോട് പറയുകയാണ്, എനിക്ക് വിശക്കുന്നു. അപ്പോൾ അനീഷ്, വിശക്കുന്നുണ്ടെങ്കിലേ വായു ഭക്ഷിച്ചു, പിന്നെ ദാഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമുണ്ട്, ചൂടാക്കി കുടിച്ചു. അല്ല, ഇതിനാണോ നിങ്ങളെ ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നേ? ആ അതെ, അതിന് തന്നെയാണ്.
അങ്ങനെ വിശക്കുന്നുണ്ടെങ്കിൽ വായു നല്ല വൃത്തിയായിട്ട് ചവച്ചരച്ചങ്ങോട്ട് കഴിക്കണം. ഉടനെ ബിന്നിക്ക് അങ്ങ് കലിയെടുത്തു. ബിന്നി പറയുകയാണ്, വായു തരാനാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അടുക്കളയ്ക്കകത്ത് ഇറങ്ങണം, ഒരു നിമിഷം പോലും ഇതിനകത്ത് തുടരാൻ പാടില്ല, ഇപ്പം ഇറങ്ങണം. ഉടനെ രേണുസുതി വന്നിട്ട് ഇവിടെ ഗുളിക കഴിക്കേണ്ട പല ആൾക്കാരുമുണ്ട്, അവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇത് കഴിക്കേണ്ടത്, ഉച്ചയാകുമ്പോഴാണോ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് എന്നിട്ട് ചോദിച്ചപ്പോൾ വായു ഭക്ഷിച്ചോളാനെന്ന്. എന്തായാലും രേണുസുതി അത്രയും പറഞ്ഞത് നന്നായി. കാരണം ആഴ്ചയിൽ ഒരിക്കലാണ് ഈ ശബ്ദം ആരെങ്കിലും ഒന്ന് കേൾക്കുന്നത്. എന്തായാലും ബഹളമൊക്കെ താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു. തുടർന്ന് ഷാനവാസ് സരികയുമായി സംസാരിക്കുമ്പോൾ പറയുകയാണ്, ഈ അനീഷിന്റെ വിചാരം ഒരു ഭാഗത്ത് ക്യാപ്റ്റനാക്കി മാറ്റിയാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. ശരിക്കും ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിച്ചു മുൻപോട്ട് കൊണ്ടുപോകാനാണ്. പക്ഷേ ഇവൻ അതറിയില്ല. ഉടനെ ബിന്നി പറയുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ ഈ തുപ്പലെല്ലാം കൂടെ തെറിച്ച് ഈ ഭക്ഷണത്തിനകത്തൊക്കെ വീഴും. ഇത് കേട്ടുകൊണ്ട് ക്യാപ്റ്റൻ ഷാനവാസ് ചെന്നിട്ട് പറയുകയാണ്, അതെ ഇവിടെ ഒന്ന് സംസാരിക്കരുത്, ഈ ഭക്ഷണത്തിനകത്തേക്ക് തുപ്പല് തെറിച്ചു വീഴും. ഉടനെ അനീഷ്, നീ പോടാ അവിടുന്ന്, നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ വാ പൂട്ടി അവിടെ കാണാൻ മിണ്ടാതെ പോയിരിക്കും. പിന്നീട് ഒനിലിനെയും നമ്മുടെ അഭിലാഷിനെയും കൂടെയാണ് കാണിക്കുന്നത്. അഭിലാഷ് ഒനിലിനോട് പറയുന്നുണ്ട്, അക്ബർ സൈലന്റ് ആയല്ലോ, അക്ബറും ഈ കിച്ചൺ ടീമിനകത്തുള്ള ആളാണ് കേട്ടോ, ഈ പ്രശ്നം എല്ലാം നടന്നിട്ട് സംസാരിക്കാത്ത അതിനകത്ത് മിണ്ടാതെ നിൽക്കുകയാണ്, അത് കണ്ടുകൊണ്ടാണ് പറയുന്നത് അക്ബർ സൈലന്റ് ആയല്ലോ. അതങ്ങോട്ട് പറഞ്ഞു നിർത്തുകയും അകത്ത് നിന്ന് അക്ബറിന്റെ ശബ്ദം, ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കത്തുള്ളൂ. അത് കേട്ടപ്പോൾ ഉടനെ അഭിലാഷ് പറയുകയാണ്, സൈലന്റ് ആയെന്ന് പറഞ്ഞപ്പോൾ ദേ ഉടനെ വാ തുറന്നേക്കുന്നു. അതെ, നമ്മളിവിടെ സംസാരിക്കുന്നത് അങ്ങേര് കേട്ടു, മനസ്സിലായോ? തുടർന്ന് വീണ്ടും കാണുന്നത് ഷാനവാസും അനീഷും തമ്മിലുള്ള തർക്കം ആരംഭിക്കുന്നതാണ്. അനീഷ് പറയുകയാണ്, ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ടാകണം, അല്ലാതെ വല്ലവരും പിരികേറ്റി വിട്ട് കഴിയുമ്പോൾ അത് വന്ന് പറയാനുള്ള ആളായി മാറരുത്. അപ്പോഴേക്കും അഭിലാഷിന്റെ അടുക്കൽ നിന്നും നമ്മുടെ ഒനിൽ പോയിട്ട് ചോദിക്കുകയാണ്, അതെ ഈ ലഞ്ചാണോ ഉണ്ടാക്കുന്നത് അതോ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണോ? ഇത് കേട്ടുകൊണ്ട് ഒനിലിന് നേരെ അക്ബർ ചാടി എങ്ങിറങ്ങുകയാണ്. തുടർന്ന് കുറെ നേരം അക്ബറും ഈ വഴക്കിന്റെ ഭാഗമായിട്ട് മാറുന്നു. ഒനിലും അക്ബറും തമ്മിൽ ഇപ്പൊ അടിപൊട്ടും എന്നുള്ള രീതിയിലുള്ള സംസാരത്തിലേക്ക് എത്തുന്നു. മറ്റൊരു ഭാഗത്ത് അനീഷും ഷാനവാസും തമ്മിൽ ബഹളമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ വഴക്കിനിടയിൽ അക്ബർ ഒനിലിനെ തെറി വിളിക്കുന്നുണ്ട്, മാ കൂട്ടി ചീത്ത വിളിക്കുന്നുണ്ട്. ഈ അക്ബറിന്റെ പ്രത്യേകത ഇതാണ്, അയാൾ പ്രൊവോക്ഡ് ആയി കഴിഞ്ഞാൽ ഉടനെ അനാവശ്യം പറഞ്ഞു കളയും. ഇനിയിപ്പോൾ പ്രൊവോക്ക് ആകണമെന്ന് നിർബന്ധമില്ല. ഈ പേരിടിയിൽ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ സേഫ്റ്റി ടാങ്ക് എന്ന് പറയുന്ന ഒരു പരാമർശം രേണുവിനെതിരെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ പറയുകയും ചെയ്തു. ഈ ആഴ്ച നല്ല നടപ്പിന് വേണ്ടി വിട്ട ആളാണ്. ഈ നല്ല നടപ്പിന് വേണ്ടി വിട്ടിരിക്കുന്ന ആളാണ് ഇപ്പോൾ ഒരു പ്രൊവോക്കേഷൻ വന്നപ്പോൾ പെട്ടെന്ന് തെറി പറഞ്ഞത്. എന്ന് വെച്ചാൽ അയാൾക്ക് ആത്മസംയമനം വളരെ കുറവാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഏത് നിമിഷവും എന്ത് സംഭവിക്കും. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ പഴയ റോക്കി ഭായിയാണ്. സിജോയുടെ ചെവിക്കല്ലിടിച്ച് പൊട്ടിച്ച് കളഞ്ഞേച്ച് ബിഗ് ബോസ് വീടിനകത്തുനിന്ന് ഇറങ്ങി ഓടിയ മനുഷ്യൻ. അപ്പൊ ഈ കോപം നിയന്ത്രിക്കുവാനൊക്കെ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വീണ്ടും ഒരു ഡേഞ്ചർ സോണായി മാറാൻ സാധ്യതയുണ്ട്. ഉടൻ തന്നെ ഒനിൽ അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റുകയാണ്. എന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ ഷാനവാസ് ഒനിലിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ ചെന്ന് കംപ്ലൈന്റ് പറയുന്നു, എന്നെ തെറി വിളിച്ചു ബിഗ് ബോസ്, ഇതിന്റെ മേലെ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ, എനിക്ക് കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് ഇവർ രണ്ടുപേരും കൂടി പരാതിപ്പെടുകയാണ്. ഇത് വളരെ കൃത്യമായൊരു കാര്യം തന്നെയാണ്. ഒരു പണിഷ്മെന്റ് കിട്ടിയ ഒരാളാണ്. കഴിഞ്ഞ ആഴ്ച എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് ലാലേട്ടൻ തൊലി ഉരിച്ചു വിട്ടതാണ്. എന്നിട്ടും അടുത്തൊരു പ്രശ്നം വന്നപ്പോഴേക്കും പെട്ടെന്ന് അയാൾ അത് മറന്നുപോയി. അയാൾ തെറി പറയുകയാണ്. അപ്പൊ ഈ തെറി വിളിക്കുന്ന പരിപാടി അത് ബിഗ് ബോസിനുള്ളിൽ സ്റ്റോപ്പ് ചെയ്യണം. ഇതിന്റെ മേൽ ഒരു നടപടി അത്യാവശ്യമാണ്. ക്യാമറയുടെ മുൻപിൽ പോയി കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞിട്ട് ഒനിൽ തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, നീ തീർന്നടാ, നീ തീർന്നു, നീ എന്നെ ചീത്ത വിളിച്ചിട്ട് ഇവിടെ നിൽക്കോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നോക്കും, നിന്റെ പരിപാടി ഞാൻ പൂട്ടും, നീ തീർന്നടാ, നീ തീർന്നു. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, നീ തീർക്കടാ, നമുക്ക് കാണാം എന്താവുമെന്ന്. അക്ബറിനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അപ്പാനിക്ക് പൊള്ളി. അവർ രണ്ടുപേരും ചങ്കുകളാണല്ലോ. ഇവരാണ് അവിടുത്തെ ഒരു ചെറിയ അയൽക്കൂട്ടത്തിന്റെ നേതാക്കന്മാരായിട്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ പെട്ടെന്ന് അപ്പാനി ചാടി ഇറങ്ങുകയാണ്. ഇതിനിടയിൽ സംഭവിച്ചൊരു കാര്യം, ഈ തെറി വിളിച്ചു എന്ന് പറഞ്ഞ് വലിയ കംപ്ലൈന്റ് ഉണ്ടാക്കിയല്ലോ. ഇതിനിടയിലാണ് ആര്യൻ കയറി ഇടപെടുന്നുണ്ട്. ആര്യനും കിച്ചണിലെ ആളാണ്. ആര്യൻ ഈ പ്രശ്നത്തിനകത്ത് അല്പനേരം സംസാരിക്കാൻ ചെന്നപ്പോൾ ഷാനവാസ് പെട്ടെന്ന് ആര്യനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചു. നീ പോടാ ചീള് ചെറുക്കാന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോഴാണ് അപ്പാനി ചാടി ഇറങ്ങുന്നത്. നിനക്ക് അങ്ങനെ പറയാനുള്ള അധികാരം എന്താണുള്ളത്? നിനക്കിങ്ങനെ ചീള് ചെറുക്ക എന്ന് വിളിക്കാമെന്നുണ്ടെങ്കിൽ അക്ബറിനും പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഇവിടെ ആരെയും വില കുറച്ച് കാണാൻ പറ്റത്തില്ല. 19 വയസ്സുള്ള റെണ ഫാത്തിമ മുതൽ ഇവിടെ എല്ലാ ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വവും അവകാശവും ഒക്കെ ഉണ്ട്. ഇവിടെ ആരും ചീളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പാനി തന്റെ സ്റ്റേറ്റ്മെന്റുമായി ചാടി ഇറങ്ങുകയാണ്. ഈ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഗ്രൂപ്പിസൊക്കെ ഞാൻ കൈവച്ചാൽ മതി. അപ്പോൾ ശരത്ത്, ഇവിടെ ഗ്രൂപ്പിസം കളിക്കുന്നത് ആരാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ അതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞതാണ്. പിന്നെയും ഒനിൽ വരുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, നിന്റെ അടുത്ത് ഇത്രയും സംസ്കാരം മതിയടാ, നിനക്ക് ഇത്രയും സംസ്കാരത്തിനുള്ളതേ ഉള്ളൂ. ഇതിൽ കൂടുതൽ സംസ്കാരം ഒന്നും നിന്റെ ഒന്നും എടുക്കൽ കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല.
എന്തായാലും രാവിലെ ജിസേൽ വന്ന് മൈക്രോവേവ് ഓവൻ ഒന്ന് തുറന്നതാണ്. അത് അടയ്ക്കാൻ മറന്നുപോയി. അതാണ് 1.5 മണിക്കൂർ സമയം ഇത്രയും വലിയ തെറിവിളിയും ബഹളവും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് വീടിനെ ഒരു കലാപ ഭൂമിയാക്കി മാറ്റുവാനുള്ള പുറപ്പാടിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത്. പിന്നീട് കാണുന്നത് അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതാണ്. അക്ബറും അപ്പാനി ശരത്തും കൂടി. അക്ബർ ശരത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അബി എന്താണ് ഇടപെടാഞ്ഞത്? അവൻ ഇടപെടത്തില്ല, അവൻ ഇടപെട്ട് കഴിഞ്ഞാൽ അവൻ പൊളിയും, അവൻ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുക. അപ്പോൾ അക്ബർ, എന്റെ വായിലത് തെറി വരും. ഞാൻ പറഞ്ഞ തെറി കേരളത്തിൽ സർവ്വസാധാരണമായി ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും പറയുന്നതാണ്. ഞാൻ വെറും ലോക്കലാണ്, എന്റെ വായിലും തെറി വരും. അത് അവന്റെ സംസ്കാരത്തിന് അവൻ അർഹിക്കുന്ന വിളി തന്നെയാണ്. ഇനി അവനോട് സംസാരിച്ചാൽ പിന്നെയും എന്റെ വായിൽ നിന്ന് അത് വരും. അവനത് ആവശ്യമാണ്. അതുകൊണ്ട് ശരത്തെ, നീ ഇടപെടേണ്ട സാഹചര്യം വന്നാൽ മാത്രം ഇടപെട്ടാൽ മതി. ഇങ്ങനെയുള്ള കാര്യത്തിനകത്തൊന്നും നീ ഇടപെടാൻ വരിക വേണ്ട. എനിക്ക് ഷാനവാസിനെയും ഒനിലിനെയും ഒന്നും യാതൊരു പേടിയില്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് അവരെ കൈകാര്യം ചെയ്തോളാം. ഈ മിഡ് വീക്കിൽ അവൻ ഇവിടുന്ന് തെറിക്കണം. അവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്കൊരു ചായ കുടിക്കണം. അപ്പോൾ അപ്പാനി, അതെ, അവൻ ഈ ആഴ്ച പുറത്തു പോകണം. അവനെ പുറത്താക്കണം. അവൻ ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ എനിക്ക് അവന്റെ മുമ്പിൽ ഇങ്ങനെ കാലും വെച്ചിരിക്കണം. എന്റെ ആഗ്രഹം അതാണ്. തുടർന്ന് കാണുന്നത് ബിഗ് ബോസ് എല്ലാവരെയും കൂടി ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് മിഡ് വീക്ക് എവിക്ഷനെ കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകുകയാണ്. ഈ ആഴ്ച 2 പേര് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞ അതേ ബിഗ് ബോസ് തന്നെ ഇപ്പൊ വിളിച്ചിട്ട് പറയുകയാണ്, ഈ മിഡ് വീക്ക് എവിക്ഷൻ പ്രേക്ഷക വിധിപ്രകാരമുള്ള എവിക്ഷൻ അല്ല, പകരം ഒരു സസ്പെൻഷൻ മാത്രമാണ്. ആ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ത്യാഗം കൂടിയാണ്. അപ്പോൾ ഇനിയുള്ള ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ഈ 6 പേർക്കും 500 പോയിന്റ് വീതം നൽകുകയാണ്. ഈ 6 പേരിൽ നിന്നും 2 ആൾക്കാരെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത് ഒരു ഡെഡ് സോണിൽ കൊണ്ടുവന്ന് പാർപ്പിക്കും. ഡെഡ് സോൺ എന്ന് പറഞ്ഞാൽ ക്യാമറയും സൗണ്ടും ഒന്നുമില്ലാത്ത ഒരു ഏകാന്തവാസം. അതുകൊണ്ട് തന്നെ ഈ 2 പേരുടെയും പോയിന്റുകൾ 1000 പോയിന്റ് ഉണ്ട്. അത് മറ്റുള്ളവർക്ക് ഒരു വലിയ നേട്ടമായി മാറും. അങ്ങനെ ഈ വീടിന് വേണ്ടി 1000 പോയിന്റുകൾ ത്യജിച്ചിട്ട് ഈ വീട്ടിൽ നിന്നും സസ്പെൻഷനിലേക്ക് പോകുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് തീരുമാനിക്കപ്പെടാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ചില ടാസ്കുകളാണ്. ഈ 2 പേരുടെയും തിരിച്ചുവരവും വരാതിരിക്കലുമെല്ലാം ഇനി നിങ്ങളുടെ കൈകളിൽ മാത്രമാണ്. തുടർന്ന് അപ്പാനി ശരത്തിനെ കൊണ്ട് ഒരു കത്ത് വായിപ്പിക്കുകയാണ്. അതായത് ഈ വരാൻ പോകുന്ന ടാസ്കിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചൊക്കെയുള്ള ഒരു മുഖവരിയാണ് അയാൾ വന്ന് പറയുന്നത്. ഗാർഡൻ ഏരിയയിലേക്ക് വരിക. അവിടെ വരുമ്പോൾ ഈ 6 പേർക്ക് ടാസ്ക് നടക്കാൻ പോവുകയാണ്. ഈ ടാസ്കിൽ നിങ്ങൾ വിജയികളാകുവാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുവാൻ ഇതിനകത്തുനിന്ന് ഓരോ വ്യക്തികൾക്കും ഈരണ്ടായിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കാം. അങ്ങനെ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ, അവരെ വളരെ ശ്രദ്ധിച്ചു മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ. ആ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ നിങ്ങളെ അവർ നല്ല രീതിയിൽ സഹായിച്ചേക്കാം. ഒരുപക്ഷെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ തന്നെ നിങ്ങളുടെ അന്തകരായി മാറാനും സാധ്യതയുണ്ട്. ഒരാൾ തിരഞ്ഞെടുത്തയാളിനെ മറ്റൊരാൾ തിരഞ്ഞെടുക്കുവാൻ പാടില്ല. തുടർന്ന് മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഗാർഡൻ ഏരിയയിലേക്ക് കൂടുന്നു. അവിടെ വെച്ച് രണ ഫാത്തിമയാണ് തനിക്ക് വേണ്ടി 2 ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. 1 ജിസൈൽ, 2 ആര്യൻ. ഇവരെയാണ് എല്ലാവരെക്കാൾ കൂടുതൽ എനിക്ക് വിശ്വാസം. തുടർന്ന് ശാരിക വന്നിട്ട് ബിന്നിയെയും ആദില നൂറയെയും തിരഞ്ഞെടുക്കുന്നു. പിന്നീട് ഒനിലാണ് എത്തുന്നത്. ഒനിൽ പറയുന്നു, എന്നെ സഹായിക്കുവാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്നത് അക്ബറിനെയും ഷാനവാസിനെയുമാണ്. ഈ അക്ബറുമായിട്ടായിരുന്നു 10 മിനിറ്റ് മുമ്പ് അടിയല്ലാത്തതെല്ലാം നടക്കുകയും അയാളുടെ വായിൽ നിന്നാണ് ഈ ചീത്തവിളി കേൾക്കുകയും ചെയ്തത്. ഇപ്പോൾ എന്നെ സഹായിക്കുവാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്നത് അക്ബറിനെയാണ് എന്ന് പറയുന്നു. അതൊരു ബ്രില്യന്റ് മൂവ് ആണ് കേട്ടോ. അത് അക്ബറിനെ വെട്ടിലാക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം തന്നെയാണ് നടന്നിരിക്കുന്നത്. അതായത് ഈ 6 പേരിൽ 2 ആൾക്കാർ ഈ മിഡ് വീക്കിൽ പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടി അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഉത്തരവാദിത്തം. പക്ഷേ ഈ ഒനില് ഈ ആഴ്ച തന്നെ പുറത്തു പോകണം, അത് കാണണം, കണ്ടിട്ട് അവന്റെ മുമ്പിൽ നിന്ന് ചായ കുടിക്കണം എന്ന് പറഞ്ഞ അക്ബറിനെ തന്നെ സഹായിക്കുവാൻ വേണ്ടി ഇയാൾ തെരഞ്ഞെടുത്തു. അക്ബർ വീട്ടിലായി. പിന്നീട് വരുന്നത് അനീഷാണ്. അനീഷ് പറയുന്നു, എന്നെ സഹായിക്കുവാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്ന 1ാമത്തെ വ്യക്തി അത് ശരത്താണ്. 2ാമത് അനുമോൾ. അനീഷ് എന്ന വ്യക്തിയെ ഏറ്റവും അധികം ഇറിറ്റേറ്റ് ചെയ്യുകയും അനീഷിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുകയും ചെയ്ത 2 ആൾക്കാരാണ് അനുമോളും ശരത്തും. ഈ 2 ആൾക്കാരെയാണ് ഇദ്ദേഹം തെരഞ്ഞെടുത്തത്. അതും വളരെ കൃത്യമായിട്ടുള്ള ഗെയിം സ്ട്രാറ്റജി തന്നെയാണ്. കാരണം അനീഷിനോടുള്ള ശത്രുത വെച്ചിട്ട് അയാൾക്കെതിരെ പണിയാൻ പോയി കഴിഞ്ഞാൽ ഇവർ നെഗറ്റീവ് ആകും. ഇല്ല എങ്കിൽ അനീഷിനോട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും അനീഷിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. 2 ആയാലും അനീഷിന് തന്നെയാണ് നേട്ടമുണ്ടാകുന്നത്. കലാഭവൻ സരിക വന്നിട്ട് നെവിനെയും അഭിലാഷിനെയുമാണ് തെരഞ്ഞെടുത്തത്. രേണുസുതി ബിൻസിയെയും ശൈത്യയെയും തെരഞ്ഞെടുത്തു. തുടർന്ന് കാണുന്നത് ഷാനവാസ് അനുമോളോടും കൂടെ നിൽക്കുന്ന ആൾക്കാരോടും പോയി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ജിസയിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അത് ബിഗ് ബോസ് അലൗ ചെയ്തതാണോ? അപ്പോൾ അനുമോൾ പറയുകയാണ്, അല്ല, അത് ഇന്നറാണ്, അത് അങ്ങനെ പുറത്തിടാനുള്ള ഡ്രസ്സ് അല്ല, ഇത് പല ആവർത്തി അവരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് അവൻ അനുസരിക്കുന്നില്ല.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരോട് സംസാരിക്കണം. ഇവിടെ ആർക്കെങ്കിലും പരാതിയുള്ളവരുണ്ടെങ്കിൽ അവരോട് പറ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം എന്ന് പറഞ്ഞ് ഷാനവാസ് പോയി ജിസേലിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുകയാണ്, അത് ബിഗ് ബോസ് എനിക്ക് തന്നതാണ്, എൻ്റെ ഒരു ഡ്രസ്സ് അത് കീറിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. തുടർന്ന് ലിവിംഗ് സ്പേസിലേക്ക് എല്ലാവരും വന്നിരിക്കുമ്പോൾ ജിസേലിനെതിരായി ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് വരികയാണ്. ജിസേൽ കൃത്യമായി യൂണിഫോം ധരിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമോ? ഉടനെ ജിസേൽ, ഒരു ഉടുപ്പ് കീറിപ്പോയി, ഒരു ഉടുപ്പ് കഴുകിയിട്ടു, എനിക്ക് ഒരു ഉടുപ്പ് കൂടെ വേണം ബിഗ് ബോസ്. അല്ല, ഇപ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ജിസേല്, എനിക്ക് 4 എണ്ണം, ഇതുപോലുള്ള 4 എണ്ണം ലോഞ്ചിങ് ഡേയിൽ എൻ്റെ ബാഗിൽ വെച്ച് തന്നതായിരുന്നു, നിങ്ങൾ എനിക്ക് കൊടുത്തതാണ്. പെട്ടെന്ന് അനുമോൾ അവിടെ ഇരുന്നുകൊണ്ടൊരു കമന്റ് പറയുകയാണ്, അത് നെവിനോടാ പറയുന്നത്, ഇങ്ങനെ പിടിച്ച് ഇത് ഇങ്ങോട്ട് കയറ്റി വെക്കുമെന്ന്. ഈ ഉടുപ്പിനെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത്. അത് അരയ്ക്ക് മുകളിലേക്ക് ചൊരുക്കി കയറ്റി വെക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോഴേക്കും ജിസേല് പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് അനുവിന്റെ നേരെ. നിനക്ക് പിടിച്ച് ചൊരുക്കി കയറ്റണമെങ്കിൽ നീയും അങ്ങ് കയറ്റി വെക്ക്, ഞാൻ അവനോടാ പറഞ്ഞത്, നിന്നോടല്ല. അപ്പോഴേക്കും അനുമോളുടെ നേരെ അങ്ങ് ചീറി അടുക്കുകയാണ് നമ്മുടെ ജിസേല്. വല്ലവരും എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ നിനക്ക് കുശുമ്പാണ്. എനിക്ക് കുശുമ്പോ? ഞാൻ എന്തിനാണ് കുശുമ്പെടുക്കുന്നത്? നീ എന്താ ഞങ്ങളുടെ അമ്മുമ്മയാണോ? എന്നോട് വന്നിട്ട് നീ എന്തിനാ ചോദിക്കുന്നേ അതിട്ടോ ഇതിട്ടോ എന്ന്? നിനക്കെന്താ അതിന്റെ അധികാരം? എന്ത് ധരിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ചോയ്സാണ്, നീ പറയണ്ട. നീ ഇവിടെ പലതും ഇട്ടുകൊണ്ട് നടക്കുന്നു, ഞാൻ എന്തെങ്കിലും പറയാൻ വന്നിട്ടുണ്ടോ? എടി, ഇത് ബിഗ് ബോസ് എനിക്ക് തന്ന ഡ്രസ്സാണ്, അതാണ് ഞാൻ ഇടുന്നത്. ഇത് അനു പറയുമ്പോൾ അത് നീ ഇടുന്നതിന് ഞാൻ എന്തെങ്കിലും കംപ്ലൈന്റ് പറയാൻ വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഹൈറ്റ് ഉള്ളതും ചെറുതായിട്ടുള്ളതും ഉണ്ട്, അതിന് നിനക്കെന്താ പ്രശ്നം? നിന്നെ പോലെ ചെറുതല്ല. ഇത്രയും പറയുമ്പോഴേക്കും അനുമോൾക്ക് അത് വലിയൊരു ഷോക്കായിപ്പോയി. തന്നെ ജിസേല് ബോഡി ഷേമിംഗ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അനുമോള് ചാടി എഴുന്നേൽക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ ബോഡി ഷേമിംഗ് നടത്താൻ പാടില്ല, നീളക്കുറവിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് ക്യാപ്റ്റൻ പറയുന്നു. ബാക്കിയുള്ളവർ അത് ഏറ്റുപിടിക്കുന്നു. ജിസേലിനെതിരെ വ്യാപകമായി ശബ്ദമുയരുകയാണ്. ഈ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനുമോള് വാഷ്റൂം ഏരിയയിലേക്ക് ഓടി അങ്ങ് പോവുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ അനുമോളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി പിറകിൽ ഓടി ചെല്ലുന്നു. അപ്പോൾ അനുമോള് പൊട്ടിക്കരയുകയാണ്. ഹൈറ്റ് കുറഞ്ഞത് എൻ്റെ കുഴപ്പമാണോ? കുറെ കാലമായിട്ട് ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് കയറിയപ്പോൾ ഇവിടെയും അത് പറഞ്ഞുകൊണ്ടാണ് എന്നെ ആക്രമിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാനാണ്? ഇത് ചോദിച്ചുകൊണ്ട് അനുമോള് പൊട്ടിക്കരയുന്നു. തുടർന്ന് പ്രശ്നമെല്ലാം തീർന്ന് വീണ്ടും എല്ലാവരും കൂടി ലിവിംഗ് ഏരിയയിലേക്ക് വരികയാണ്. ഈ സമയത്ത് ബിഗ് ബോസ് പറയുകയാണ്, ജിസേൽ, ഇത് 3ാമത്തെ തവണയാണ് നിങ്ങൾക്ക് വാർണിംഗ് തരുന്നത്. അപ്പോൾ ജിസേല് ബിഗ് ബോസിനോട് ചോദിക്കുകയാണ്, ബിഗ് ബോസ് നിങ്ങൾ പറ, ഈ കീറിയ ഡ്രസ്സ് വിട്ടോട്ട് ഞാൻ എങ്ങനെയാണ് നടക്കുന്നത്? നിങ്ങൾ എനിക്ക് വേറെ ഇടാൻ താ. അതിന് ബിഗ് ബോസിന് മറുപടി ഒന്നുമില്ല. എല്ലാവർക്കും പിരിഞ്ഞു പോകാം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് നിർത്തിയിട്ടങ്ങ് പോവുകയാണ്. തുടർന്ന് കാണുന്നത് അനുമോളും ശൈത്യയും ഒക്കെ ആയിട്ടിരുന്നുകൊണ്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, ഈ ഡ്രസ്സ് ബിഗ് ബോസ് അവൾക്ക് കൊടുത്തതാണ്, ആ ഡ്രസ്സ് അവൾക്ക് ചേരുന്നില്ല, അവൾ ഇങ്ങനെ ഒരു ഭാഗം പിടിച്ച് കെട്ടിവെക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ, അങ്ങനെയാണെങ്കിൽ അവൾക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അവളത് വലിച്ചു കീറിയതാണ്. അപ്പോൾ ശൈത്യ, അത് തന്നെയാണ്, കാരണം ഇത്രയും ലൂസായിട്ട് കിടക്കുന്ന ഈ സാധനം ഇങ്ങനെ കീറാനുള്ള കാരണം പിന്നെ എന്താണ്? അവൾക്കത് താല്പര്യമില്ല, അതുകൊണ്ട് അവൾ വലിച്ചു കീറിയത് തന്നെയാണ്. അനു വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെ എനിക്ക് ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. പലയിടത്തും ഇന്റർവ്യൂകൾക്ക് ചെല്ലുമ്പോൾ എനിക്ക് ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞ് അവിടുന്നൊക്കെ എന്നെ കാലങ്ങളായി റിജക്റ്റ് ചെയ്ത് കളയാറുണ്ട്. എത്ര കടകൾ കയറിയിട്ടാണെന്ന് അറിയാമോ ഒരു ഹീൽസ് ഞാൻ എടുക്കുന്നത്? അപ്പോൾ ശൈത്യ, നിനക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നീ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നീ മനസ്സിലാക്കണം. അവരൊക്കെ നിന്നെ കളിയാക്കുന്നുണ്ട്, പക്ഷേ അവരുടെ എല്ലാം മുൻപിൽ നീ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയല്ലേ. ഇവിടം വരെയോളം എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിന്റെ വിജയം തന്നെയാണ് എന്ന് പറഞ്ഞ് ശൈത്യ അനുമോളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം കാണുന്നുണ്ട്. ജിസേല് തന്റെ കട്ടിലിന്റെ താഴത്തെ ഡ്രോയർ വലിച്ചു തുറന്നിട്ട് പറയുകയാണ്, ദേ നിങ്ങൾ നോക്ക്, എനിക്കിതൊക്കെ ബിഗ് ബോസ് ഇടാൻ തന്നിരിക്കുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിസേലിന് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ അത് വളരെ മോശമാണ് കേട്ടോ. ജിസേലിന്റെ പ്രൊഫഷൻ, അവരൊരു ഇന്റർനാഷണൽ മോഡലൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ മോഡലായിരിക്കുന്ന ആൾക്കാരിടുന്ന ഡ്രസ്സുകൾ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നറുകളാണ്. വളരെ കുഞ്ഞു കുഞ്ഞു വസ്ത്രങ്ങൾ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഹാൻഡ് കർച്ചീഫിന്റെ അത്രയുമൊക്കെയുള്ള ഡ്രസ്സൊക്കെയാണ് ജിസേലിന് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ജിസേല് സത്യത്തിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഇവൾക്ക് ഇങ്ങനെയുള്ള വസ്ത്രത്തോടാണ് താല്പര്യം, ശരീരപ്രദർശനത്തിന് വേണ്ടിയാണ് ഇവൾ വന്നത് എന്നായിരുന്നു സത്യത്തിൽ പ്രേക്ഷകരുടെ എല്ലാം ചിന്ത. ജിസേലിനാണ് ഈ സൈബർ ബുള്ളിങ് മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ വസ്ത്രധാരണം മോശമാണ്. ഷാനവാസ് അവരുടെ മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ബിഗ് ബോസ് തുടർന്ന് കൊടുക്കുന്ന ഡ്രസ്സുകളെല്ലാം ഇത്തരത്തിലുള്ളതാണ്. ഒരു 2 പീസിനെ വെല്ലുന്ന സൈസിലുള്ള ഡ്രസ്സുകളൊക്കെയാണ് ജിസേലിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ജിസേൽ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇതിട്ടുകൊണ്ട് നടക്കണോ? ഇതിടാൻ വേണ്ടി ബിഗ് ബോസ് തന്നിരിക്കുന്നതാണ്. എന്തായാലും ജിസേലെ, പ്രേക്ഷകർക്ക് ഇതൊന്നും അറിയത്തില്ല കേട്ടോ. പ്രേക്ഷകരുടെ മനസ്സിലെ ചിന്ത നിങ്ങളിങ്ങനെ ശരീരം പ്രദർശിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ഒരു സ്ത്രീയാണെന്നാണ്. ഇത് ജിസേലിന്റെ നിസ്സഹായാവസ്ഥയാണ് എന്നുകൂടി അവരവിടെ തുറന്നു കാണിക്കുന്നുണ്ട്. തുടർന്ന് കാണുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ആസ്ഥാന കള്ളനെയാണ്. അയാൾ ഒരു കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കറിയാലോ ആരാണ് അവിടുത്തെ കള്ളൻ എന്നുള്ളത്.
നെവിൻ കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നൂറ എന്താടാ കള്ളത്തരം കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് അയാൾ അവിടുന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. എനിക്ക് ഒരു കള്ളത്തരവും ഇല്ല. ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആരും അറിയാതെ ഫ്രിഡ്ജ് തുറന്ന് അതിനകത്തുനിന്ന് തക്കാളി എടുത്തുകൊണ്ടൊന്ന് ബെഡിനടിയിലും കണ്ടു വെച്ചിരിക്കുകയാണ്. തുടർന്ന് ഇത് കോഫി കപ്പിനകത്തേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ജ്യൂസ് ടൈപ്പ് ആക്കി അതിനകത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് സ്പൂണുമായിട്ട് അവിടെ കട്ടിലിന്റെ കീഴിൽ ഒതുങ്ങിക്കൂടി ഇരുന്നു കൊണ്ട് ഇത് പെതുക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടൻ. ഇതാണ് വന്ന് നമ്മുടെ നൂറ പൊക്കുന്നത്. നൂറ ഇത് പൊക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ വിദ്വാൻ നൂറയെ പാട്ടിലാക്കി. നിനക്ക് നല്ല ഒന്നാന്തര ഒരു സാധനം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് നൂറയുടെ വായിലേക്ക് ഇത് വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാരും കാണണ്ട, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരു പുതപ്പിന്റെ കീഴിൽ കയറിയിരുന്നുകൊണ്ട് കഴിക്കുന്നുണ്ട്. ശരിക്കും കള്ളനെ പിടിക്കാൻ വന്ന ആളിനെ കൈക്കൂലി കൊടുത്ത് ഒതുക്കി എന്ന് പറയുന്നത് പോലുള്ള സംഭവമാണ്. നൂറയെ പാട്ടിലാക്കി കളഞ്ഞു. നൂറ ആദ്യം പറയുന്നുണ്ട്, എനിക്കിത് വേണ്ട, കട്ട സാധനമാണ്, മോഷ്ടിച്ച സാധനം എനിക്ക് വേണ്ട. മോഷ്ടിച്ച സാധനം എനിക്ക് വേണ്ടെന്ന് പറയുന്ന ആളിനോട് നീ ഇതൊന്ന് കുടിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോഴേക്കും കൺട്രോൾ പോയി വാ വളർന്നു കൊടുത്തു. അങ്ങോട്ട് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി അവിടെ ഇരുന്നുണ്ട് അതങ്ങ് ഒതുക്കുകയാണ്. 2-3 സ്പൂണ് നൂറയുടെ വായിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഇയാൾ പറയുകയാണ്, അപ്പോൾ നമ്മൾ രണ്ടുപേരും കള്ളന്മാരായി. 3-4 അടി കൊടുത്തിട്ട് നൂറ ചാടി എഴുന്നേറ്റിട്ട് നിന്റെ കള്ളത്തരത്തിന് ഞാൻ കൂട്ടു നിൽക്കത്തില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. തുടർന്ന് ടാസ്ക് നടക്കാൻ പോകുക. ഈ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വന്നായിരുന്നല്ലോ, അതിനെയാണ് സസ്പെൻഷൻ ആക്കി മാറ്റിയത്. ആ സസ്പെൻഷനിലേക്ക് രണ്ടുപേരെ അയക്കുവാൻ വേണ്ടിയുള്ള ടാസ്ക്, അതിന്റെ ആദ്യ ടാസ്ക് ആരംഭിക്കുകയാണ്. ഇവിടെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുകയാണ്. അവിടെ ഒരു മഡ്പിറ്റ് ഉണ്ട്. ആ മഡ്പിറ്റിനകത്ത് കുറെ അധികം കോയിൻസ് ഒക്കെ നിക്ഷേപിച്ചിട്ടുണ്ട്. ചെളി നിറഞ്ഞു കിടക്കുകയാണ്. ഈ ചെളിക്കകത്ത് ഈ കോയിനുകൾ കിടക്കുകയാണ്. ഈ കോയിൻ ഇട്ടിരിക്കുന്നതിന്റെ തൊട്ട് പുറത്തായിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സ് താഴിട്ട് പൂട്ടിയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തായിട്ട് പല കളറുകളിലായി വെള്ളം നിറച്ച കുറെ ഡബ്ബുകൾ വെച്ചിട്ടുണ്ട്. ഈ ഡബ്ബുകൾക്കകത്ത് താക്കോൽ കൂട്ടങ്ങളാണ് കിടക്കുന്നത്. ഇതിൽ നിന്നും ശരിയായിട്ടുള്ള താക്കോൽ കണ്ടെത്തണം. ആ താക്കോൽ കൊണ്ട് ഈ ട്രഷറി ബോക്സ് തുറക്കുകയും അതിനകത്ത് ഒന്ന് സേഫ്റ്റി ഗിയേഴ്സ് ഒക്കെ അതിനകത്താണ് ഇരിക്കുന്നത്. ഇതെടുത്ത് ധരിക്കുകയും വേണം. കയ്യിൽ ഇടാനുള്ള ഗ്ലൗസ്, കാലിൻ്റെയും കൈയുടെയും മുട്ടിൽ ധരിക്കുവാനുള്ള ഓരോ സംവിധാനങ്ങൾ, ഇതൊക്കെയാണ് സേഫ്റ്റി ഗിയേഴ്സ്. ഇതെല്ലാം ധരിക്കുകയും വേണം. എന്നിട്ട് വേണം മഡ്പിറ്റിനകത്തേക്ക് ചാടുവാൻ. അതിനകത്താണ് കോയിൻ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതിലേക്ക് ചെന്നിട്ട് 6 മിനിറ്റ് സമയമാണ്. ഈ 6 മിനിറ്റിനുള്ളിൽ സേഫ്റ്റി ഗിയേഴ്സ് ധരിച്ചിരിക്കുന്ന ഈ ആൾക്കാർ അവിടെ ചെന്ന് അതിനകത്ത് വന്ന് ഈ കോയിൻസ് മുഴുവനും വാരിയെടുക്കണം. ഏറ്റവും കൂടുതൽ കോയിൻ ആരാണോ എടുക്കുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുക. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മിഡ് വീക്ക് എവിക്ഷന് കാത്തു നിൽക്കുന്ന ആൾക്കാർ, അവരെ സഹായിക്കുവാൻ ഈ രണ്ടുപേരെ തെരഞ്ഞെടുത്തല്ലോ. ഈ തെരഞ്ഞെടുത്ത സഹായികളാണ് ഈ ബോക്സ് തുറക്കുകയും ഈ സേഫ്റ്റി ഗിയേഴ്സ് ധരിക്കുകയും അങ്ങനെ മഡ്പിറ്റിലേക്ക് ചാടി കോയിൻ ഇവർക്ക് വേണ്ടി കളക്ട് ചെയ്യുകയും എല്ലാം ചെയ്യേണ്ടത്. അതിനകത്തേക്ക് കയറുന്നു. 6 മിനിറ്റാണ് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന സമയം. ബസർ അടിക്കുന്നു. പെട്ടെന്ന് പിന്നീട് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡുകൾക്കുള്ളിൽ ഓരോ ആൾക്കാരും ഓരോ ഡബ്ബുകൾക്കകത്തു നിന്നും താക്കോൽ എടുക്കുന്നു, ട്രഷറി ബോക്സ് തുറക്കുന്നു, സേഫ്റ്റി ഗിയേഴ്സ് ധരിക്കുന്നു, ഈ ചെളിക്കകത്തേക്ക് ചാടുന്നു. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അപ്പാനി ശരത്തും അനുമോളും താക്കോലിന് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടാൾക്കാരും അനീഷിനെ സഹായിക്കാൻ വന്നിരിക്കുന്ന അനീഷിന്റെ ബദ്ധ ശത്രുക്കളാണ്. പക്ഷെ താക്കോൽ കൂട്ടം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പലരും കോയിൻ പെറുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 4 മിനിറ്റ് കഴിഞ്ഞു. ഈ സമയത്തും അവിടെ തുറന്നിട്ടില്ല. ഒരു താക്കോലിട്ട് തുറക്കുന്നു, അതല്ല. വീണ്ടും പോയി അത് കളഞ്ഞിട്ട് അടുത്ത താക്കോൽ തിരയുന്നു, അതുമായിട്ട് വരുന്നു, അതുമല്ല. ഇങ്ങനെ തിരഞ്ഞ് ഏകദേശം 4 മിനിറ്റിനടുത്ത് ഈ തെരച്ചിലിനകത്ത് തന്നെ പോയി. അതിനുശേഷം ഒടുവിൽ ശരിയായിട്ടുള്ള താക്കോൽ ലഭിച്ചു. തുറന്നതിന് ശേഷം ഉടൻ തന്നെ മഡ്പിറ്റിനകത്തേക്ക് അനുമോൾ അങ്ങ് ചാടുകയാണ്. അനീഷ് ഓടി വന്ന് പറയുന്നുണ്ട്, അനുമോളെ അങ്ങനെയല്ല ചെയ്യേണ്ടത്, സേഫ്റ്റി ഗിയേഴ്സ് എടുക്ക്, അത് ധരിക്ക്. പെട്ടെന്ന് 2 ഗ്ലൗസ് എടുത്ത് ധരിച്ചുകൊണ്ട് വീണ്ടും ചാടുകയാണ്. അനുമോളെ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ കോയിൻ പെറുക്കരുത്, നിങ്ങൾ തിരിച്ചു പോ, നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് കാലയിൽ കെട്ടാനുള്ളത് കൂടെ എടുത്തിട്ട് ഉടനെ ഒരു കാലിൽ കെട്ടിയിട്ട് വീണ്ടും ചാടുകയാണ്. അനുമോളെ അങ്ങനെ വീണ്ടും ചെയ്യരുത്, നിങ്ങൾ തിരിച്ചു പോ, ഒരു കാലിൽ കൂടെ കെട്ടണം, ഇത് നിയമവിരുദ്ധമാണ്. ഇതെല്ലാം അനീഷ് പറഞ്ഞ് അനുമോൾ വീണ്ടും കയറുന്നു. എന്തായാലും അങ്ങേയറ്റം 1.5 മിനിറ്റ് കഷ്ടിച്ചാണ് കിട്ടുന്നത്. ഈ 1.5 മിനിറ്റ് കൊണ്ട് അനുമോൾക്ക് 3 കോയിൻ മാത്രമേ ശേഖരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നല്ല രീതിയിൽ വാരിപ്പറക്കി. ഏറ്റവും അധികം രണ ഫാത്തിമയെ സഹായിക്കുവാൻ വേണ്ടി എത്തിയ ജിസേലും ആര്യനും കൂടിയാണ് വാരിയത്. 15 കോയിനുകളാണ് അവർക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പോയിന്റ് പ്രഖ്യാപിച്ചപ്പോൾ 6 പോയിന്റാണ് രണയ്ക്ക് ലഭിച്ചത്. രണ്ടാമതായിട്ട് 14 പോയിന്റോടുകൂടി കലാഭവൻ സരികയാണ് എത്തിയത്. അഭിലാഷും നെവിനും കൂടിയായിരുന്നു സരികയെ സഹായിച്ചത്. അവർക്ക് 5 പോയിന്റാണ് ലഭിച്ചത്. തുടർന്ന് 13 പോയിന്റുമായിട്ട് രേണുസുതി എത്തി. രേണുസുതിയുടെ സഹായകരായി വന്നത് ഷൈത്തിയും ബിൻസിയുമായിരുന്നു. രേണുസുതിക്ക് 4 പോയിന്റ് ബിഗ് ബോസ് കൊടുത്തു. ഒനിലിന് 12 പോയിന്റ് കിട്ടി. ഒനിലിനെ സഹായിക്കുവാൻ വേണ്ടി എത്തിയത് അക്ബറും ഷാനവാസുമായിരുന്നു.
അവസാനം ശരിക വരുന്നു. ശരികയ്ക്ക് 9 കോയിനുകൾ കിട്ടി. അതുകൊണ്ട് തന്നെ അവർക്ക് 2 പോയിന്റ് ബിഗ് ബോസ് കൊടുത്തു. ബിന്നിയും ആദിലയുമായിരുന്നു ശരികയുടെ സഹായകരായി എത്തിയത്. ഈ കൂട്ടത്തിൽ വെറും ഒറ്റ പോയിന്റ് മാത്രമായിട്ട് അനീഷിന് തൃപ്തിപ്പെടേണ്ടി വന്നു. എന്നാൽ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സംതൃപ്തരാണോ? നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി വന്ന ആൾക്കാരിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരാണോ? അനീഷ് മാത്രമാണ് വിളിച്ചു പറയുന്നത്, ബിഗ് ബോസ് ഞാൻ 100-ൽ 100% എന്നെ സഹായിക്കുവാൻ എത്തിയവരിൽ സംതൃപ്തനാണ്. എന്നെ സഹായിക്കുവാൻ വേണ്ടി എനിക്കൊപ്പം വന്ന അപ്പാനി, ശരത്തും അനുമോളും അവർ 100% എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് കളിച്ചത്. ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അനീഷിന് യാതൊരു വിഷമവുമില്ല. സത്യത്തിൽ ഈ 3 പോയിന്റുമായിട്ട് ആ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ആയിരുന്നു വന്നിരുന്നതെങ്കിൽ അവർക്ക് കടുത്ത നിരാശയുണ്ടാകുമായിരുന്നു. അനീഷ് വളരെ ഹാപ്പിയാണ്. ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഷാനവാസ് ചോദിക്കുന്നുണ്ട്, 3 പോയിന്റ് കിട്ടിയുള്ളൂ അല്ലേ? അതൊന്നും ഒരു പ്രശ്നമല്ല, ടാസ്ക് അല്ലേ, അതിനകത്ത് വരുന്ന ഭവിഷ്യത്തുകൾ അതെല്ലാം അനുഭവിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയല്ലേ, എന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെയാണ് അനീഷ് ഈ കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നത് ഇതുവരെയും നമ്മൾ കണ്ട ഒരു അനീഷിനെ അല്ല. തികച്ചും ജോളിയായിട്ട് എല്ലാവരോടും സൗഹൃദത്തോടെ ഒരെണ്ണത്തിനെ അടുപ്പിക്കാതെ എല്ലാവരെയും ശത്രുവാക്കി മാറ്റി നിർത്തിയിരുന്ന അനീഷ് അവിടുത്തെ പെണ്ണുങ്ങളുടെ എല്ലാം നടുവിൽ കൂടി ജോക്കൊക്കെ അടിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവര് അനീഷിന്റെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രണയമുണ്ടായിരുന്നോ? കോളേജ് ജീവിതം എങ്ങനെയായിരുന്നു? വീട്ടിലവസ്ഥ എന്തായിരുന്നു? ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഇതിനെല്ലാം കൃത്യമായിട്ട് അനീഷ് മറുപടി പറയുന്നുണ്ട്. പ്രണയിക്കാനൊന്നും അന്ന് നേരെയില്ലായിരുന്നു, അന്ന് പഠനമായിരുന്നില്ലേ, പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എവിടെയാണ് നമുക്കൊക്കെ പ്രണയിക്കാൻ പറ്റുന്നത്? പിന്നെ കല്യാണം ഒരെണ്ണം അങ്ങ് പോയി, ഇനിയിപ്പം കല്യാണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേയില്ല. ഇതൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് അനീഷ് അവരോട് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മുഖമാണ് ഇപ്പോൾ അനീഷിൽ കാണുവാൻ കഴിയുന്നത്. തുടർന്ന് കാണുന്നത് നമ്മുടെ ശാരികയും രേണു സുധിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അവിടെ രേണു സുധിയെ മാക്സിമം അക്ബർക്കെതിരെ ഇങ്ങനെ ആ വിരോധം മുഴുവൻ കത്തിച്ച് നിർത്തുവാൻ തക്കവണ്ണം മോട്ടിവേറ്റ് ചെയ്യുന്ന ശാരികയാണ് കാണുന്നത്. എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? നമ്മൾ ഇവിടെ വന്ന് കയറിയപ്പോൾ ഒരു യുവഗായകൻ, മനോഹരമായി പാടുന്ന ഒരു യുവഗായകൻ, ഇതൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അയാൾ പറയാൻ കൊള്ളാവുന്ന വാക്കാണോ പറഞ്ഞത്? സെഫ്റ്റി ടാങ്ക് എന്നുള്ള വാക്ക്. ഞാനാണെങ്കിൽ ഈ ജീവിതത്തിൽ ഒരിക്കലും അയാളോട് ക്ഷമിക്കില്ല. പിന്നെ താനൊരു കാര്യം മനസ്സിലാക്കണം, മലയാളികളിൽ 60-70% ആൾക്കാരോളം നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളെ മാതൃകയാക്കി മുൻപോട്ട് വരുവാൻ ആഗ്രഹിക്കുന്ന കണ്ടമാനം വിധവകളും ബാച്ചിലേഴ്സും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഇതൊക്കെ നമുക്ക് പറ്റുന്ന കാര്യമാണെന്ന് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അതിന് വലിയ സൗന്ദര്യമൊന്നും വേണ്ട. ഇതൊക്കെ പറഞ്ഞ് ശാരിക അങ്ങനെ കത്തിച്ച് നിർത്തുകയാണ് രേണു സുധിയെ. അക്ബർക്കെതിരെ നല്ല ഒന്നാന്തരമായിട്ട് വിഷം കുത്തി വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനോടകം 1, 2, 3 തവണ അക്ബർ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായി ക്ഷമ പറഞ്ഞതാണ്. അക്ബർ ആ പറഞ്ഞ വാക്ക് ശരിയല്ല, തെറ്റാണ്, നമ്മൾ അതിനെ കൃത്യമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ ക്ഷമ പറഞ്ഞത് വിട്ടുകളഞ്ഞു. ലാലേട്ടൻ വന്ന് പരസ്യമായിട്ട് അയാളെ വിചാരണ ചെയ്തു. ഇത്രയുമൊക്കെ പോരെ? ഇത്രയും കഴിഞ്ഞിട്ടും ആ ഒരു വാക്ക് അകത്തളത്തിൽ ഇങ്ങനെ പച്ചയായി കത്തിച്ചു നിർത്തുവാൻ വേണ്ടി ഇപ്പോൾ വീണ്ടും പ്രേരിപ്പിച്ചു കൊടുക്കുകയാണ് ശാരിക. ഈ സംസാരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്ബർ ഇപ്പുറത്ത് വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട്. രേണു സുധിയോടുള്ള സ്നേഹം അത് തുറന്നു പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഹാർട്ടിന്റെ ചിഹ്നത്തിലുള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കി, ലവ് ഷേപ്പിലുള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇത് രേണു ചേച്ചിക്ക് ഞാൻ കൊടുക്കാൻ പോവുകയാണ്, ഞാൻ ക്ഷമ പറഞ്ഞതാണ്, എനിക്ക് അവരോട് സ്നേഹമാണ്, ഞാൻ ഇത് കൊടുക്കും, അതോടുകൂടി ഞങ്ങളുടെ പ്രശ്നം തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലവ് ചിഹ്നത്തിലുള്ള ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ചെല്ലുകയാണ്. ഇയാളിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് അപ്പുറത്ത് വിഷം കുത്തി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. തുടർന്ന് കാണുന്നത് ഡൈനിങ് ടേബിളിൽ ശാരികയും രേണുവും കൂടി അപ്പുറവും ഇപ്പുറവുമായിട്ടാണ് കഴിക്കാനിരിക്കുന്നത്. ഈ സമയത്താണ് ലവ് ചിഹ്നമുള്ള ചപ്പാത്തിയുമായിട്ട് രേണുവിന്റെ അരികിലേക്ക് നമ്മുടെ മഹാനായ അക്ബർ വരുന്നത്. അക്ബർ ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്ന് അത് മുൻപിലേക്ക് വെച്ചിട്ട്, ഞാൻ രേണു ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. രേണു അതിലോട്ടൊന്ന് നോക്കി, എന്നിട്ട് എന്റെ പട്ടി തിന്നും എന്നുള്ള മുഖഭാവത്തോടു കൂടി ഇരിക്കുകയാണ്. മുഴുവൻ ആൾക്കാരും ആർപ്പിടുന്നു, ബഹളം ഉണ്ടാക്കുന്നു. രേണു ചേച്ചി ക്ഷമിക്ക്, അത് തിന്ന്, സ്നേഹം കൊണ്ട് കൊണ്ടു തന്നതല്ലേ. ഇല്ല, ഞാനതിൽ തൊടൂല. അക്ബർ ചെന്നിട്ട് പറഞ്ഞു, ചേച്ചി പ്ലീസ് ഇത് കഴിക്കണം, നല്ല കുട്ടിയല്ലേ, കഴിക്ക്. അപ്പോഴേക്കും രേണുവിന് ഹെഡ് വെയിറ്റ് അങ്ങ് കൂടി. അതുമാത്രവുമല്ല, ശാരികയാണ് തൊട്ടിപ്പുറത്തിരിക്കുന്നത്. ശാരികയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് എല്ലാം മൂളി കേട്ട് വിഷം മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവിടെ ഇരുന്നുകൊണ്ട് ഇത് തിന്നാൻ പറ്റുമോ? പക്ഷെ ഇത്രയും ആൾക്കാർ കഴിക്ക്, വിട്ടുകള എന്ന് പറയുമ്പോൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് രേണു സുധി ഇങ്ങനെ ഗൗരവത്തിലിരിക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ. എന്നിട്ട് അവസാനം, ഞാൻ അങ്ങനെ ക്ഷമിക്കത്തൊന്നുമില്ല, എനിക്കത് വിട്ടുകളയാൻ പറ്റില്ല, ഒരിക്കലും ഞാൻ വിട്ടുകളയത്തില്ല. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ കഴിച്ചില്ലെന്ന് വേണ്ട, എങ്കിലും ഞാനത് മുഴുവൻ കഴിക്കില്ല. ഞാനത് മുഴുവൻ കഴിച്ചാൽ ക്ഷമിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇച്ചിരിച്ചേ തരും. പിന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ കഴിച്ചു എന്ന് വരുത്തും, ഒരു ചെറിയ പീസ് ഞാൻ കഴിക്കും എന്ന് പറഞ്ഞ് ഓരോരുത്തർക്ക് കൊണ്ടുവന്ന് ഇച്ചിരിച്ചേ കൊടുത്തു. ഒരു ചെറിയ കഷ്ണം രേണു സുധിയും കഴിക്കുന്നുണ്ട്. പിന്നീട് കാണുന്നത് ഫുഡ് കഴിച്ച പാത്രം കഴുകുന്നതിനെ കുറിച്ചുള്ളൊരു ചർച്ചയാണ്.
നെവിനാണ് ഈ ക്ലീനിങ്ങിൻ്റെ ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നത്. മിക്കവാറും ആൾക്കാർ കഴിക്കുന്ന പ്ലേറ്റ് അത് കഴുകാതെ കൊണ്ടിടുകയാണ്. അതൊരു അടിസ്ഥാനപരമായ ഒരു മാനേഴ്സാണ്. പക്ഷേ അതുപോലും ആ വീട്ടിലുള്ള പല ആൾക്കാരും കാണിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ ഷാനവാസുമായിട്ട് കുറേ സമയം സംസാരിക്കുന്നുണ്ട്. കഴിക്കുന്ന പാത്രമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ കഴുകി വെക്കാൻ വേണ്ടി ശ്രമിക്കണം, ഒരിക്കലും ഞാനിത് കഴുകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ കുറേ ബഹളമൊക്കെ നടത്തുകയാണ്. അടുത്തതായിട്ട് ബിഗ് ബോസിന്റെ പുതിയൊരു ടാസ്ക് വരികയാണ്. ഓരോരുത്തരും അവരവരെ പരിചയപ്പെടുത്തുക, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ടാസ്ക്. അതിനുവേണ്ടി ആദ്യത്തെ ദിവസം 3 ആൾക്കാർ റെഡിയാകുവാൻ വേണ്ടിയാണ് പറയുന്നത്. 3 ആൾക്കാർ ആരാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അവിടെ പിന്നീട് ചർച്ചയാവുകയാണ്. ഒടുവിൽ സ്വമേധയായി മുൻപോട്ട് വരുന്നത് ശാരികയാണ് ആദ്യം. അതിനുശേഷം രേണു സുധിയും പിന്നെ ഒനിൽ സാബുവും കൂടി മുൻപോട്ട് വരുന്നുണ്ട്. ആക്ടിവിറ്റി ഏരിയയിൽ വളരെ മനോഹരമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം. അവിടേക്ക് വന്നിട്ട് സ്വയം ഓരോരുത്തർ അവരവരുടെ കഥകൾ പറഞ്ഞ് അവരവരെ പരിചയപ്പെടുത്തുകയാണ്. ഒരിടത്തൊരിടത്ത് എന്നാണ് ഈ ഒരു ടാസ്കിന്റെ പേര്. ശാരിക വന്ന് തന്നെ പരിചയപ്പെടുത്തുന്നു. ആലപ്പുഴ ജില്ലക്കാരിയാണ്. ആലപ്പുഴ ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് താൻ ജനിച്ചു വളർന്നത്. തൻ്റെ ബാല്യം, കൗമാരം, കുടുംബജീവിതം അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ താൻ പറയുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി തനിക്ക് ലോയർ ആകുവാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽപ്പെട്ട വ്യക്തിയായിരുന്നത് കൊണ്ട് തൻ്റെ കുടുംബം അതിനെതിരായി നിന്നിരുന്നു. അതിനുശേഷമാണ് താൻ ഈ മീഡിയയിലേക്കൊക്കെ വരുന്നത്. ഇതിനിടയിൽ കല്യാണം, തുടർന്ന് കുടുംബജീവിതത്തിലുണ്ടായ ട്രാജഡികൾ, തൻ്റെ പിതാവിൻ്റെ ശാരീരിക പ്രശ്നങ്ങളും സ്ട്രോക്ക് വന്ന് വീണുപോയ സാഹചര്യങ്ങളും കുടുംബം വളരെ പ്രതിസന്ധിയിൽ കൂടി മുൻപോട്ട് പോയ ആ അനുഭവങ്ങളൊക്കെ താൻ വളരെ നന്നായിട്ട് വിശദീകരിക്കുന്ന കുറേ സമയങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ താൻ തൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മീഡിയയിലേക്ക് എത്തുക. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ കൂടി താൻ ലോകത്തോട് സംസാരിക്കുവാൻ തുടങ്ങുന്നു. ഒടുവിൽ പ്രധാനപ്പെട്ട പല ചാനലുകൾക്ക് വേണ്ടിയും ഒരു ഇൻ്റർവ്യൂവറായി നമ്മുടെ മുൻപിലേക്ക് അവർ എത്തുകയും ചെയ്തു. അതോടുള്ള ബന്ധത്തിൽ ഒരു മാധ്യമം അവർക്ക് ഏറ്റവും നല്ല ഇൻ്റർവ്യൂവറിനുള്ള അവാർഡും കൊടുത്ത് ആദരിച്ചു എന്നൊക്കെ പറഞ്ഞു. അവസാനമായി തൻ്റെ ആഗ്രഹം ബിഗ് ബോസ് മലയാളം സീസൺ 7 ട്രോഫി ഉയർത്തുക എന്നുള്ളതാണ്. അങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെ ശാരിക തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ഹിസ്റ്ററി അവതരിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് വരുന്നത് രേണു സുധിയാണ്. രേണു സുധി തന്നെ പരിചയപ്പെടുന്നത് ഒരിടത്തൊരിടത്ത് 1971 സെപ്റ്റംബർ 7 തങ്കച്ചൻ ചേട്ടനും കുഞ്ഞമ്മ ചേച്ചിക്കും ഒരു കുഞ്ഞുവാവ പിറന്നു. അതാണ് ഈ രേണു എന്ന സുന്ദരിക്കുട്ടി എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെക്കുറിച്ച് തൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കുകയാണ്. തനിക്ക് ലഭിച്ചത് തൻ്റെ അച്ഛനെക്കുറിച്ചും അച്ഛനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും പറയുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് താൻ തന്നെ അച്ഛനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് തന്നെയും തൻ്റെ ചേച്ചിയും വളർത്തിയത്. തൻ്റെ ചേച്ചിയെ നേഴ്സിംഗ് വരെയോളം അദ്ദേഹം പഠിപ്പിച്ചു. സ്നേഹനിധിയായിരുന്നു തൻ്റെ അച്ഛൻ. പക്ഷേ തമാശക്കാരനായിരുന്നില്ല, കർക്കശക്കാരനായിരുന്നു. കല്യാണശേഷവും തന്നെ തൻ്റെ അച്ഛൻ അടിക്കുമായിരുന്നു എന്നൊക്കെ രേണു പറയുന്നുണ്ട്. ഇപ്പോഴും തൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ തൻ്റെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ രേണു സുധിയുടെ ഇളയ മകൻ ഋതപ്പനെ നോക്കുന്നതാണ് തൻ്റെ ഇപ്പോഴത്തെ കഷ്ടപ്പാട്. രേണു സുധിയുടെ പപ്പ വളരെയധികം സ്വാധീനം തന്നിൽ ചെലുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ തൻ്റെ മകൻ അല്ലെങ്കിൽ തങ്കച്ചൻ ചേട്ടൻ്റെ കൊച്ചുമകനും വലിയ സ്വാധീനം അദ്ദേഹം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ജനറൽ നഴ്സിംഗ് പഠിക്കുവാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് രേണു സുധി പോയി. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആ പഠനം ഇടയിൽ വെച്ച് ഉപേക്ഷിച്ചു. അങ്ങനെ 1.5 വർഷം അതിനകത്ത് കഴിഞ്ഞു. അതിനുശേഷം താൻ കോഴിക്കോട്ടേക്ക് ഒരു സെയിൽസുമായി ബന്ധപ്പെട്ട് ഈ ഡോർ ടു ഡോർ ഡെലിവറി അങ്ങനെ പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി. അതിലും എവിടെയും എത്തുവാൻ കഴിഞ്ഞില്ല. പിന്നീട് താൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയതായിട്ട് പറയുന്നു. ഒടുവിൽ ഏവിയേഷൻ പഠിക്കുവാൻ വേണ്ടി പോയി. അതും പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിച്ചു. ഈ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുധിച്ചേട്ടനും കുഞ്ഞും തൻ്റെ അരികിലേക്ക് ഒഴുകിയെത്തിയത് എന്നൊക്കെയാണ് രേണു സുധി പറഞ്ഞവസാനിപ്പിക്കുന്നത്. മൂന്നാമതായി ഒനിൽ സാബു വരുന്നു. സാബു സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ തനിക്ക് ലഭിച്ച ടോപ്പിക്ക് അമ്മ എന്ന ടോപ്പിക്കായിരുന്നു. അമ്മയെക്കുറിച്ച് പറയുവാൻ തുടങ്ങിയപ്പോൾ തന്നെ തൻ്റെ കണ്ടമിടറുവാൻ തുടങ്ങി. ഇവിടെ വന്നതിന് ശേഷം ഇപ്പോഴാണ് സത്യത്തിൽ അമ്മയെ ഓർത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് തനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമായി പോയി. പിന്നെ കാണുന്നത് ആ വീട്ടിനുള്ളിലുള്ള മുഴുവൻ ആൾക്കാരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണ്. അമ്മയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സാബു സംസാരിക്കുന്നുണ്ട്. അമ്മ നന്നായി കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് വിന്താലു എന്ന് പറയുന്നത്. ആ ഒരു സംഗതിയെ ലോക പ്രശസ്തമാക്കുവാൻ വേണ്ടി കുറേ ഗവേഷണങ്ങളൊക്കെ പിന്നീട് ഒനിൽ സാബു തന്നെ നടത്തുന്നതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഒടുവിൽ ഇപ്പോൾ ബോംബെയിലുള്ള ഒരു വലിയ ഹോട്ടലിൽ വിന്താലുവിനൊപ്പം കൊടുക്കുന്ന പേസ്റ്റ് അത് സാബുവിൻ്റെ അമ്മയുടെ കണ്ടെത്തലാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ വളരെ മനോഹരമായി ഒരിടത്തൊരിടത്ത് എന്ന ടാസ്ക് ഈ 3 ആൾക്കാരും ഭംഗിയായി പൂർത്തീകരിച്ചു. ഒടുവിലായി കാണുവാൻ സാധിക്കുന്നത് പാതിരാത്രിയായ സമയത്ത് ജിസേല് തൻ്റെ ഒരു ഫേസ് വാഷ് നഷ്ടപ്പെട്ടു, ആരോ അതെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട് മുഴുവൻ തപ്പി നടക്കുന്ന ഒരു കാഴ്ചയാണ്. ആ കാഴ്ചയോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്.
ഈ എപ്പിസോഡിനെ കുറിച്ചും ഈ റിവ്യൂവിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.